ഒരു കടൽ വഴി തുറക്കുമ്പോൾ ലോകം മുഴുവൻ ശ്വാസം വിടുകയാണ്. അതാണ് ഹോർമുസ് കടലൊടുക്ക്. സംഘർഷം, ഭീഷണി, അനിശ്ചിതത്വം ദിവസങ്ങളായി ലോകത്തെ പിടിച്ചുകുലുക്കിയ ആ വഴിയാണ് വീണ്ടും തുറന്നത്. എണ്ണക്കപ്പലുകൾ വീണ്ടും നീങ്ങുന്നു. അതിനൊപ്പം ലോകത്തിന്റെ സാമ്പത്തിക ചക്രവും. പേർഷ്യൻ ഗൾഫിനെയും ഒമാൻ ഉൾക്കടലിനെയും ബന്ധിപ്പിക്കുന്ന ഈ ചെറിയ പാത വെറും 33 കിലോമീറ്റർ മാത്രം വീതിയുള്ളതാണ്. പക്ഷേ അതിലൂടെ കടന്നു പോകുന്നത് ലോകത്തിന്റെ ഏകദേശം 20% എണ്ണയാണ്. അതിനാൽ തന്നെയാണ് ഹോർമുസിനെ ലോകത്തിന്റെ എണ്ണ നാഡി എന്ന് വിളിക്കുന്നത്. ചരിത്രപരമായി ഹോർമുസ് ഒരു സാധാരണ കടൽ വഴിയല്ല, വലിയ സംഘർഷങ്ങളുടെ സാക്ഷി കൂടിയാണ് ഹോർമുസ്. 1980കളിൽ നടന്ന ഇറാൻ ഇറാഖ് വാർ ഹോർമുസിനെ രക്തരൂക്ഷിതമായ വിപ്ലവത്തിൽ അടയാളപ്പെടുത്തി. ആ യുദ്ധത്തിൽ ടാങ്കറുകൾ ഉപയോഗിച്ചുകൊണ്ട് എണ്ണക്കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ നടന്നു. അന്ന് ആദ്യമായി ലോകം മനസ്സിലാക്കി ഹോർമുസ് തടഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന്. പിന്നീട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള തർക്കങ്ങൾ ഉയർന്നപ്പോൾ ഹോർമുസ് അടക്കുമെന്ന മുന്നറിയിപ്പ് പലതവണ ലോക വിപണിയെ നടുക്കി. 2026 അമേരിക്കൻ ഡ്രോൺ ആക്രമണത്തിൽ ഇറാനിയൻ സൈനിക നേതാവ് ഖസീം സുലൈമാനി കൊല്ലപ്പെട്ടപ്പോൾ ഒരു നിമിഷം ലോകം ഭയപ്പെട്ടു. കടൽ വഴി അടക്കുമെന്ന ഇറാന്റെ ഭീഷണി അന്നും ഉയർന്നു. പക്ഷേ 2026 ഫെബ്രുവരി 28 വരെ അതൊരു കേവലം ഭീഷണി മാത്രമായിരുന്നു. എന്നാൽ ഇറാന് നേരെ അമേരിക്കയും ഇസ്രായേലും തുനിഞ്ഞിറങ്ങിയപ്പോൾ ലോകത്തിന്റെ കമ്പോള വഴി തന്നെ അടഞ്ഞു. ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ ഏറ്റവും നിർണായകമായതും ഒരുപക്ഷെ ഹോർമുസ് തന്നെയാണ്. ഇറാൻ ഹോർമുസ് തുറന്നതോടെ മേഖലയിൽ സംഘർഷവും നീങ്ങുകയാണ്. ചില മേഖലകൾ തിരിച്ചുവരാൻ സമയമെടുത്തേക്കാം. പക്ഷേ ഗൾഫ് രാജ്യങ്ങൾ വേഗത്തിൽ തിരിച്ചുവരാനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു.